റഷ്യ ഉക്രൈൻ യുദ്ധം 3 വർഷം പിന്നിട്ടിരിക്കുന്നു. സമാധാന ചർച്ചകൾ എങ്ങും എത്തിയിട്ടില്ല. പക്ഷേ ലോക രാഷ്ട്രീയം തന്നെ മാറ്റി മറിക്കത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ മാറി മറിയുന്ന രീതിയിൽ അമേരിക്ക നിലപാടെടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലിയിൽ ഉക്രൈൻ പ്രമേയം കൊണ്ടുവന്ന് 3 വർഷം തികയുന്ന ദിവസം പ്രമേയം കൊണ്ടുവന്നു. റഷ്യൻ ആക്രമണത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടും ഉക്രൈൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടും കൊണ്ടുവന്ന പ്രമേയം അത്ഭുതകരമായ രീതിയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അതിനെതിരെ വോട്ട് ചെയ്തു. 93 രാജ്യങ്ങൾ ഉക്രൈൻ കൊണ്ടുവന്ന പ്രമേയത്തിന് അനുകൂലമായി, അത് റഷ്യയെ കുറ്റപ്പെടുത്തുന്ന പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തപ്പോൾ അമേരിക്ക ഉൾപ്പെടെ 18 രാജ്യങ്ങൾ ആ പ്രമേയത്തിന് എതിരെ വോട്ട് ചെയ്തു. ഓർക്കൂ, കഴിഞ്ഞ 3 വർഷം മുൻപ് ലോകരാജ്യങ്ങളെല്ലാം സംഘടിപ്പിച്ച് റഷ്യക്കെതിരെ യോജിച്ച ഒരു മുന്നണി രൂപപ്പെടുത്തിയ അമേരിക്കയാണ് ഇപ്പോൾ ഉക്രൈൻ കൊണ്ടുവന്ന പ്രമേയത്തിനെതിരെ റഷ്യക്ക് അനുകൂലമാകുന്ന രീതിയിൽ റഷ്യയെ കുറ്റപ്പെടുത്തുന്ന പ്രമേയം അംഗീകരിക്കാൻ അമേരിക്ക തയ്യാറല്ല. അമേരിക്കയുടെ ചുവട് പിടിച്ചുകൊണ്ട് ഇസ്രയേലും ഏതാനും ചില രാജ്യങ്ങളും, അതിൽ പല പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങൾ ഇല്ലായിരുന്നു എന്നതും വസ്തുതയാണ്. അതിന് ബദലായി അമേരിക്ക ഒരു പ്രമേയം കൊണ്ടുവന്നു. റഷ്യയെ കുറ്റപ്പെടുത്താതെ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണം എന്ന ഒരു സിമ്പിൾ പ്രമേയം കൊണ്ടുവന്നു. അതിനെതിരെ ചില ഭേദഗതികൾ അമേരിക്കയുടെ സഖ്യകക്ഷികളായ യൂറോപ്യൻ രാജ്യങ്ങൾ, അത് സെക്യൂരിറ്റി കൗൺസിലാണ് ഈ പ്രമേയം വരുന്നത്, സെക്യൂരിറ്റി കൗൺസിലിലെ ചില കക്ഷികൾ, അതായത് ഫ്രാൻസും ബ്രിട്ടനും പോലെയുള്ള പെർമനന്റ് മെമ്പേഴ്സ്, സ്ഥിര അംഗങ്ങൾ ചില പ്രമേയങ്ങൾ കൊണ്ടുവന്നു, ചില ഭേദഗതി പ്രമേയങ്ങൾ കൊണ്ടുവന്നു. ആ ഭേദഗതി പ്രമേയം അംഗീകരിക്കാൻ അമേരിക്ക തയ്യാറായില്ല. ആ ഭേദഗതി പ്രമേയങ്ങളിലെല്ലാം റഷ്യയെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് പ്രമേയം. അപ്പോൾ ഒരു രീതിയിലും റഷ്യയെ കുറ്റപ്പെടുത്താതെ റഷ്യയെ വെള്ളപൂശിക്കൊണ്ട് അമേരിക്ക അവതരിപ്പിച്ച സെക്യൂരിറ്റി കൗൺസിലിലെ പ്രമേയം പാസ്സായി. അത് 15 പേരുള്ള സെക്യൂരിറ്റി കൗൺസിലിൽ, 15 രാജ്യങ്ങളുള്ള സെക്യൂരിറ്റി കൗൺസിലിൽ 10 രാജ്യങ്ങൾ അനുകൂലമായി വോട്ട് ചെയ്തു. കാരണം യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറയുന്നത് വലിയ മഹാപാപമൊന്നുമല്ലോ. എന്നാൽ ഭേദഗതികൾ അംഗീകരിക്കപ്പെട്ടില്ല എന്ന കാരണത്താൽ അമേരിക്കയുടെ ഉറ്റ പങ്കാളികളായ, നെയ്റ്റോയിലെ തന്നെ പങ്കാളികളായ ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, 5 രാജ്യങ്ങൾ അതിനെതിരെ നിലപാടെടുക്കേണ്ട അവസ്ഥ, അതിനനുകൂലമായി വോട്ട് ചെയ്യാത്ത ഒരന്തരീക്ഷം സംജാതമായി. ലോകത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? ഉക്രൈൻ വിഷയത്തിൽ തട്ടി അമേരിക്കയും പടിഞ്ഞാറൻ യൂറോപ്പും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധം നഷ്ടപ്പെടുകയാണോ? അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ നിലയിൽ പടിഞ്ഞാറൻ യൂറോപ്പ്, എക്കാലത്തെയും സുഹൃത്തുക്കളായ പടിഞ്ഞാറൻ യൂറോപ്പിനേക്കാൾ പ്രിയങ്കരം ഇപ്പോൾ പുതിയതായി സഖ്യത്തിലാകുന്ന റഷ്യയാണ്. അപ്പോൾ വ്ളാഡിമിർ പുടിൻ എന്ന ഒറ്റയാളെ വിശ്വസിച്ചുകൊണ്ട്, പുടിൻ്റെ ലീഡർഷിപ്പിനെ വിശ്വസിച്ചുകൊണ്ട് സെലൻസ്കിയാണ് യുദ്ധത്തിന് കാരണം എന്ന് വരെ അമേരിക്ക പറഞ്ഞു വെച്ചിരിക്കുന്നു. ആക്രമണകാരി റഷ്യയല്ല, മറിച്ച് ഉക്രൈനാണ് എന്ന നിലയിലുള്ള ഒരു നിലപാട് അമേരിക്ക എടുക്കുമ്പോൾ അതിനർത്ഥം എന്താണ്? അതൊന്ന് വിശകലനം ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. നോക്കൂ, ചൈനയെ പ്ലക്കേറ്റ് ചെയ്യണം, ചൈനയെ റെസിസ്റ്റ് ചെയ്യണം, ചൈനയെ ഒതുക്കിയിടണം. അങ്ങനെയെങ്കിൽ റഷ്യയും ചൈനയും ചേരുന്ന ഒരു അച്ചുതണ്ട് തീർച്ചയായും അത് പ്രതിബന്ധമായി വരും. ഇറാനും റഷ്യയും ചൈനയും അതോടൊപ്പം ചേരാൻ സാധ്യതയുള്ള മറ്റ് അമേരിക്ക വിരുദ്ധ രാജ്യങ്ങളും എല്ലാം ചേരുമ്പോൾ അത് അതിശക്തമായ ഒരു മുന്നണിയായിട്ട് മാറും. അങ്ങനെയെങ്കിൽ ഒരൊറ്റ മാർഗമേ അമേരിക്കയുടെ മുന്നിലുള്ളൂ. അത് ഈ ട്രംപ് ഇപ്പോൾ പറയുന്ന ഒരു മാർഗമാണ്. അതിന് പിന്നിൽ നമ്മൾ ബിസിനസ് താല്പര്യങ്ങളൊക്കെയാണ് ആരോപിക്കുന്നതെങ്കിൽ പോലും ഇതിനകത്ത് ട്രംപിനൊരു യുക്തിയുണ്ട്. അമേരിക്കയുടെ ആകമാന യുക്തിക്ക് നിരക്കുന്നതാണോ എന്നത് ഗണിച്ചറിയേണ്ട കാര്യമാണ്. പക്ഷേ ട്രംപ് ഇപ്പോൾ ചിന്തിക്കുന്നത് ചൈനയുടെ ഒരു വലിയ സൗഹൃദത്തിൽ നിന്നും റഷ്യയെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്ത് അമേരിക്കയ്ക്കും കൂടി ഇടപെടാവുന്ന രീതിയിലാക്കി മാറ്റിയെടുക്കുകയാണെങ്കിൽ റഷ്യയ്ക്ക് കൺസെഷൻസ് അനുവദിക്കേണ്ടി വരും. എന്താണ് അമേരിക്കയുടെ മനസ്സിൽ? ഈ ഡീലിൽ നിന്ന് അമേരിക്കയുടെ മനസ്സിൽ എന്താണ്? ഒന്ന്, റഷ്യ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉക്രൈൻ റഷ്യ ഡീൽ ഉണ്ടാകണം. അതിന് അമേരിക്ക എല്ലാ സാഹചര്യങ്ങളും ഒരുക്കും. അതിൻ്റെ ഭാഗമായി ഉക്രൈനെ മാറ്റി നിർത്തി ആദ്യ ലെവലിൽ സെക്രട്ടറി തലത്തിൽ, അതായത് വിദേശകാര്യ മന്ത്രാലയ തലത്തിൽ ചർച്ചകൾ നടത്തുക. അത് നടന്നു കഴിഞ്ഞു. അത് നടന്നത് അമേരിക്കയിലോ റഷ്യയിലോ അല്ലെന്ന് ഓർക്കണം. അത് സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ വെച്ചാണ് അത് നടന്നതെന്ന് ഓർക്കണം.
അപ്പോൾ ഈ അറബ് രാജ്യങ്ങളെ ഉൾപ്പെടുത്തുക എന്നതല്ല, മറിച്ച് ഒരു പ്രത്യേക സൂചന നൽകുകയാണ്. ഞങ്ങൾ ഒരു ഗ്ലോബൽ ഫോർമേഷനിലാണ് വിശ്വസിക്കുന്നത്. അതിൽ യൂറോപ്യൻ രാജ്യങ്ങളെ അനിവാര്യ പങ്കാളികളായി ഞങ്ങൾ കാണുന്നില്ല എന്ന് റഷ്യയും അമേരിക്കയും പ്രഖ്യാപിക്കുകയാണ്. അത് യൂറോപ്പിന് മുഖത്തടിയേറ്റതുപോലെയാണ്. അമേരിക്കയുടെ എല്ലാ തീരുമാനങ്ങളോടൊപ്പവും ഇക്കാലം അത്രയും രണ്ടാം ലോക മഹായുദ്ധാനന്തരം നാളിതുവരെ നിലനിന്ന പ്രധാനപ്പെട്ട പശ്ചിമ യൂറോപ്യൻ ശക്തികൾക്ക് അത് വലിയൊരു പ്രഹരമായിരുന്നു. അതൊന്ന്. സാക്ഷാൽ ഉക്രൈനെ തന്നെ മാറ്റി നിർത്തി ഉക്രൈൻ്റെ ഭാവിയെക്കുറിച്ച് റഷ്യയും അമേരിക്കയും തമ്മിൽ ചിന്തിക്കുകയാണ്. അത് ഉക്രൈന് ഏൽക്കുന്ന പ്രഹരമാണ്. ഉക്രൈൻ എന്താണ് ആഗ്രഹിക്കുന്നത്? ഉക്രൈൻ നെയ്റ്റോയിൽ ചേരാൻ ആഗ്രഹിക്കുന്നു. അമേരിക്ക പറയുന്നു സാധ്യമല്ല, അത് റഷ്യയുടെ താല്പര്യമാണ്. റഷ്യ പറയുന്നു ഉക്രൈനെ നെയ്റ്റോയിൽ ചേർക്കുന്നതിനെ ഞങ്ങൾ അനുകൂലിക്കുന്നില്ല. യുദ്ധത്തിൻ്റെ പ്രധാന കാരണമായി പറയുന്നത് തന്നെ നെയ്റ്റോയിൽ അംഗത്വം എടുക്കാനുള്ള ഉക്രൈൻ്റെ താല്പര്യമാണ്. അത് മാത്രമല്ല യൂറോപ്യൻ യൂണിയനിലും അംഗത്വം എടുക്കാൻ ഉക്രൈൻ താല്പര്യപ്പെടുന്നു. EU-യിൽ പോലും അംഗത്വം എടുക്കാനുള്ള ഒരു അവസ്ഥയിലല്ല ഇപ്പോൾ ഉക്രൈൻ എന്ന് അമേരിക്ക വിശ്വസിക്കുന്നു. അപ്പം അമേരിക്ക ഏതാണ്ട് കാറ്റഗോറിക്കായ ഉറപ്പ് പുടിന് നൽകിക്കഴിഞ്ഞു. ഒരു കാരണവശാലും ഉക്രൈൻ്റെ നെയ്റ്റോ അംഗത്വം ഞങ്ങൾ അനുവദിക്കില്ല, എൻഡോഴ്സ് ചെയ്യില്ല. അമേരിക്കയാണ് നെയ്റ്റോ സഖ്യത്തിൻ്റെ തലവൻ. അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ റഷ്യയും അമേരിക്കയും തമ്മിൽ ഒരു ധാരണയായി എന്ന രീതിയിലാണ് സംസാരം. അതൊന്ന്. രണ്ട്, ഉക്രൈനിൽ അമേരിക്കൻ സൈന്യമോ നെയ്റ്റോ സൈന്യമോ പ്രതിരോധ സേനയായി ഉണ്ടാവില്ല. ഒരുപക്ഷെ സമാധാനം നിലവിൽ വരുമ്പോൾ ഉക്രൈനിൽ തൽക്കാലത്തേക്ക് പീസ് കീപ്പിംഗ് ആൻഡ് പീസ് ബിൽഡിംഗ് പ്രോസസ്സിന് വേണ്ടി ഒരു വിവിധ രാജ്യങ്ങളുടെ ഒരു യുണൈറ്റഡ് സേനാ സംവിധാനം, അതും ഐക്യരാഷ്ട്ര സംഘടന ആയിക്കൊള്ളണമെന്നില്ല, അങ്ങനെ ഒരു സംവിധാനമാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അത് റഷ്യക്ക് വലിയ വിരോധമുണ്ടാകില്ല. മറ്റൊന്ന്, റഷ്യ കീഴടക്കിയ പ്രദേശങ്ങൾ റഷ്യക്ക് തന്നെ ലഭിക്കണം. അത് ഉക്രൈൻ്റെ ഭൂമിയുടെ ഏതാണ്ട് 5/1 20% കിഴക്കൻ പ്രദേശമാണ്. അത് ഡൊണസ്ക്, ലുഹാൻസ് പ്രൊവിൻസുകളിലെ സ്ഥലമാണ്. അതോടൊപ്പം തന്നെ തെക്കൻ കടലോര മേഖലകൾ, അതായത് കരിങ്കടലിനോട് ചേർന്ന് കിടക്കുന്ന മേഖലകൾ, ക്രൈമിയ എന്ന ഉപദ്വീപ്, കരിങ്കടലുമായി അതിർത്തി, കരിങ്കടലിൻ്റെ തീരപ്രദേശങ്ങളായ ഉക്രൈൻ പ്രദേശങ്ങൾ, ഇതെല്ലാം തന്നെ ഇപ്പോൾ നിലവിൽ റഷ്യയുടെ നിയന്ത്രണത്തിലാണ്. ആ ഭാഗങ്ങൾ വിട്ടുകൊടുക്കാൻ ഒരുപക്ഷെ റഷ്യ തയ്യാറാവില്ല. അത് അമേരിക്കയും കണ്ണടയ്ക്കാനാണ് സാധ്യത. ഉക്രൈൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട്, നിഷ്പക്ഷമായി നിന്നുകൊണ്ട്. അങ്ങനെയല്ല, യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് 3 വർഷം മുൻപ്, കൃത്യം പറഞ്ഞാൽ ഫെബ്രുവരി 24, 2022 അന്ന് നിലവിലിരുന്ന സാഹചര്യത്തിലേക്ക് മടങ്ങിപ്പോകണമെന്നാണ് ഉക്രൈൻ പറയുന്നത്. അതൊരുപക്ഷെ അമേരിക്ക അനുവദിക്കില്ല. അങ്ങനെയെങ്കിൽ മറ്റൊരു ഓപ്ഷനാണ് ഇപ്പോൾ അമേരിക്കയുടെ മുമ്പിൽ. യുദ്ധം അവസാനിപ്പിക്കാം, പക്ഷേ ഉക്രൈൻ ചില ഉറപ്പുകൾ നൽകണം. അത് ഉക്രൈൻ്റെ വിഭവങ്ങളുടെ മേൽ, ധാതുക്കളുടെ ലവണങ്ങളുടെ മേൽ അമേരിക്കയ്ക്ക് ചില നിയന്ത്രണങ്ങളും അവകാശങ്ങളും കച്ചവട താല്പര്യങ്ങളുമുണ്ട്. അത് അനുവദിച്ചു കൊടുക്കണം. ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഈ കാര്യത്തെക്കുറിച്ച് മാത്രമായി ഒരു വീഡിയോ ഉടനെ തന്നെ വരുന്നു എന്നതുകൊണ്ട് അത് വിശദമായി പരിശോധിക്കേണ്ട ഒരു ഫോർമുലയാണ്. അതുകൊണ്ട് അതിപ്പോൾ ഈ ഘട്ടത്തിൽ വിശദീകരിക്കുന്നില്ല എന്ന് മാത്രം. അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ സാഹചര്യം വളരെ സങ്കീർണമായിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അമേരിക്കയും റഷ്യയും ഒന്നിച്ചിരിക്കുന്നു. ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിലിലും ജനറൽ അസംബ്ലിയിലും ലോകവേദിയിലും അത്ഭുതകരമായ രീതിയിൽ, ഞെട്ടിക്കുന്ന രീതിയിൽ റഷ്യ അമേരിക്ക ബന്ധം വന്നിരിക്കുന്നു. 2 ജനതകൾ തമ്മിൽ ബന്ധം വന്നു എന്ന് പറയാറായിട്ടില്ല, 2 രാജ്യങ്ങൾ തമ്മിൽ ബന്ധം വന്നു എന്ന് പറയാറായിട്ടില്ല. മറിച്ച് അമേരിക്കയ്ക്ക് വേണ്ടി ട്രംപും റഷ്യയ്ക്ക് വേണ്ടി പുടിനും നേരിട്ട് ബന്ധപ്പെടുന്നു. അത് ഒരുപക്ഷെ യുദ്ധം അവസാനിപ്പിക്കാൻ അത് മാത്രമായിരിക്കാം വഴി. അത് അൺഫോർച്ചുനേറ്റ്ലി വളരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഉക്രൈന് അത് അനുസരിക്കാൻ, അത് അംഗീകരിക്കാൻ നിർബന്ധിതമാകുന്ന ഒരു കാഴ്ച വന്നു ചേർന്നേക്കാം.